മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിസുർത വരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുകയാണ്. കൽപ്പറ്റ പൊന്നടയിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം MLA T സിദ്ദിഖ് നിർവഹിച്ചു. 4 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാനാണ് തീരുമാനം. ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു പോയ ശ്രുതിക്ക് നമ്മളൊന്നാകെ കൈത്താങ്ങാകുകയായിരുന്നു. അങ്ങനെ ശ്രുതിക്ക് ഇപ്പോൾ ചൂരൽമല സ്വദേശിനിയായിട്ടുള്ള ശ്രുതിക്ക് കൽപ്പറ്റയിലാണ് വീട് ഒരുങ്ങുന്നത്. എപ്പോഴായിരുന്നു ഈ തറക്കല്ലിടൽ കർമ്മം നടന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിസുധ വരനായിട്ടുള്ള ജെയ്സനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുകയാണ്. കൽപ്പറ്റ പൊന്നടയിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം MLA T സിദ്ദിഖ് നിർവഹിച്ചിരിക്കുകയാണ്. 4 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് ശ്രുതി ആശുപത്രിയിൽ നിന്ന്, കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പുറത്തെത്തിയത്. ദീപക് മോഹൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്ന്. ദീപക്, ചേർത്ത് പിടിക്കുകയാണ് നമ്മളെല്ലാവരും ശ്രുതിയെ. ആ ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായി ശ്രുതിക്ക് വീട് ഒരുങ്ങുകയാണ്. എപ്പോഴാണ് ഈ ചടങ്ങ് നടന്നത്? ബിനിൽ, തീർച്ചയായും ശ്രുതിയെ നമ്മളൊക്കെ തന്നെ ചേർത്ത് പിടിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിക്കിപ്പോൾ വീടൊരുങ്ങുകയാണ്. കൽപ്പറ്റ പൊന്നടയിലാണ് 1500 സ്ക്വയർ ഫീറ്റിൽ 11.5 സെന്റിൽ ഒരു വീടൊരുങ്ങുന്നത്. ഈ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം കൽപ്പറ്റ MLA T സിദ്ദിഖ് അല്പം മുൻപാണ് നിർവഹിച്ചത്. നേരത്തെ ശ്രുതിയുടെ ബന്ധുക്കളായ 9 പേരെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായിരുന്നു. അതിനുശേഷം പ്രതിസുധ വരനായ ജെൻസനും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞു. തുടർന്നാണ് ശ്രുതിക്ക് നിരവധി ആളുകളുടെ സഹായഹസ്തങ്ങൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സാമ്പത്തികമായും ശ്രുതിക്ക് വേണ്ട പഠനാവശ്യങ്ങൾക്ക് വരെ നിരവധി സഹായഹസ്തങ്ങൾ എത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് ശ്രുതിക്ക് പുതിയ വീടൊരുങ്ങുന്ന വാർത്ത നമ്മളിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ കൽപ്പറ്റ പൊന്നടയിലുള്ള 11.5 സെന്റിലാണ് വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നത്. കൽപ്പറ്റ MLA T സിദ്ദിഖാണ് നിർവഹിച്ചത്. 120 ദിവസത്തിനുള്ളിൽ തന്നെ ഈ 1500 സ്ക്വയർ ഫീറ്റിലുള്ള വീടിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നാണ് നേരത്തെ നമ്മളോട് MLA പറഞ്ഞത്. ശ്രുതിയും ഒപ്പം ശ്രുതിയുടെ ബന്ധുക്കളും ഈ ചടങ്ങിലേക്ക് എത്തിയിരുന്നു. ഈ വാഹനാപകടത്തിൽ ശ്രുതിക്കും സാരമായി പരിക്കേറ്റുന്നു. കാലിന് സാരമായി പരിക്കേറ്റ ശ്രുതി ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. വൈത്തിരിയിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് പോകുന്ന യാത്രക്കിടയിലാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ശ്രുതിക്കും വീണ്ടും അപകടം ഉണ്ടാവുന്നത്. ഈ അപകടത്തിലാണ് ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൺ മരിച്ചത്. ഏതായാലും ശ്രുതിക്കൊരു കൈത്താങ്ങായി ചേർത്ത് നിർത്താനായി മലയാളികൾ ഒന്നടങ്കം ഉണ്ട് എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. ഇപ്പോൾ നിരവധി സഹായഹസ്തങ്ങൾ എത്തുന്നുണ്ട്. അതിനിടയിലാണ് ശ്രുതിക്ക് ഇപ്പോൾ പുതിയ ഒരു വീട് ഒരുങ്ങുന്നു എന്ന വാർത്തയും വരുന്നത്. ബിനിൽ, സന്തോഷകരമായ ഒരു വാർത്തയാണ് ദീപക് മോഹൻ പങ്കുവച്ചത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടമായി. പിന്നീട് വാഹനാപകടത്തിൽ പ്രതിസുധ വരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുകയാണ്. MLA T സിദ്ദിഖ് കൽപ്പറ്റയിൽ പുതിയ വീടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിരിക്കുകയാണ്.